ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. നമുക്ക് വീണ്ടും പ്രകാരം ദൈവസന്നിധിയില് അടുത്ത വരുവാനും ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ഓർത്തതുപോലെ ബൈബിൾ സർവേ എന്നുള്ള ബൈബിൾ സർവേ ആണ് നാം കഴിഞ്ഞ ദിവസങ്ങൾ ഈ നാളുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നാം പഴയ നിയമം മുഴുവൻ ആ നിലയിൽ ബൈബിൾ സർവേ നടത്തി. അതിനുശേഷം പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമങ്ങളില് കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷങ്ങളും അതുപോലെ കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവൃത്തികളും നമുക്ക് ഒരളവിൽ ചിന്തിക്കുവാനായിട്ട് അതിന്റെ സർവേ നിലയിൽ നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇനി നാം ലേഖനങ്ങളിലേക്ക് കടക്കുകയാണ്. റോമർ മുതൽ ഉള്ള ലേഖനങ്ങളിലേക്ക് നാം കടക്കുകയാണ്. അപ്പോൾ ലേഖനങ്ങളിലേക്ക് നമുക്കറിയാം, റോമാലേഖനം എബ്രായ ലേഖനം വരെ, എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയെങ്കിൽ എബ്രായ ലേഖനം വരെയുള്ള 14 ലേഖനങ്ങള് പൗലോസിന്റെ ലേഖനങ്ങളാണ്. അപ്പോൾ നാം ഏത് പുസ്തകം പഠിക്കുമ്പോഴും നാം അതിന്റെ എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നാം ചിന്തിക്കാറുണ്ട്, നാം പഠിക്കാറുണ്ട്. ആ നിലയിൽ ഈ പുസ്തകങ്ങൾ റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെ ഉള്ള 14 പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസ് ആയതുകൊണ്ട് നാം പൗലോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത്, നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതുകൊണ്ട് ഇന്ന് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തില് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം. പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വളരെ പരിചിതമുള്ളതാണ്. നമുക്ക് വളരെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ കർത്താവ് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്നതും അപ്പോസ്തലനായ പൗലോസ് ആണ്. അതുകൊണ്ട് പൗലോസിനെ കുറിച്ച് അധികം കാര്യങ്ങൾ നമുക്ക് നമുക്കറിയാമെങ്കിലും പൗലോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 39-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 21-ന്റെ-39. ഞാൻ കിലിക്കിയയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദനാകുന്നു. ഇവിടെ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന കാര്യമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ തർസോസിന്റെ സ്ഥലം എന്ന് പറയുന്നത് കിലിക്കിയയിലെ തർസോസ് എന്ന് പറയുന്ന സ്ഥലമാണ് പൗലോസിന്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കിലിക്കിയയിലെ തർസോസ് എന്ന സ്ഥലത്ത് ഉള്ള ആളാണ് പൗലോസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പൗലോസിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നാം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൗലോസിന്റെ പ്രായത്തെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചില വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികള് അതിന്റെ 7-ാം അധ്യായം 58-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 58-ാം വാക്യം. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഇവിടെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നുള്ള വിഷയത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞവര് അവരുടെ വസ്ത്രം ഊരി ശൗലിന്റെ കാൽക്കലാണ് വെച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ശൗലിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബാല്യക്കാരൻ എന്നാണ്. ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ. അപ്പോൾ സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്തെഫാനോസ് രക്തസാക്ഷിയായ സമയത്ത് ശൗല് ഒരു ബാല്യക്കാരനായിരുന്നു. ഇനി ഫിലേമോന്റെ പുസ്തകം, ഫിലേമോൻ അതിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. ഫിലേമോന്റെ പുസ്തകം അതിന്റെ 9-ാമത്തെ വാക്യം. ഫിലേമോൻ 9. പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തു യേശുവിന്റെ മതി. പൗലോസ് എന്ന വയസ്സൻ. അപ്പോൾ ഫിലേമോന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് പൗലോസ് എന്ന വയസ്സൻ എന്നാണ് തന്നെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫിലേമോന്റെ ലേഖനം പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് ഫിലേമോന്റെ ലേഖനം. അപ്പോൾ
സ്റ്റെഫാനോസിന്റെ മരണത്തിന്റെ സമയത്ത് പൗലോസ് ഒരു ബാല്യക്കാരനായിരുന്നെങ്കിൽ ഫിലേമോന്റെ ലേഖനം എഴുതിയ സമയത്ത് പൗലോസ് ഒരു വയസ്സനായിരുന്നു, അല്ലെങ്കിൽ പ്രായമുള്ള ആളായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റെഫാനോസിന്റെ മരണം ഏകദേശം AD 32 സമയത്താണ്. അതുപോലെ ഫിലേമോന്റെ എഴുത്ത് എഴുതിയത് AD 61 കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നാം പൗലോസിനെ കുറിച്ച് നാം കാണുന്നത് പൗലോസ് സന്നദ്ധി സംഘത്തില് പെട്ട ഒരു വ്യക്തിയായിരുന്നു. സന്നദ്ധി സംഘം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പാർലമെന്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ യഹൂദന്മാരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഉള്ള അല്ലെങ്കിൽ ആ ഏറ്റവും ഉന്നതമായിട്ടുള്ള പാർലമെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 70 പേരടങ്ങുന്ന ഒരു സംഘമാണ് സന്നദ്ധി സംഘം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് സന്നദ്ധി സംഘത്തിലെ ഒരു അംഗമായിരുന്നു. 8-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ഇവിടെ വായിക്കുന്നത്, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ഇവിടെ സ്റ്റെഫാനോസിന്റെ മരണത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ശൗലിന് സമ്മതമായിരുന്നു, അതായത് താൻ സന്നദ്ധി സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അത് അവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് 22-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. നിന്റെ സാക്ഷിയായ സ്റ്റെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരിക്കുന്നു എന്നും അവൻ അഴിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ സ്റ്റെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് പൗലോസും അല്ലെങ്കിൽ ശൗലും സമ്മതിച്ചു. ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു അരികെ നിന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ ഒരു ഉന്നത അല്ലെങ്കിൽ പദവിയിലുള്ള സന്നദ്ധി സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശൗല്. അതുകൊണ്ട് ശൗലിന് അത് സമ്മതമായിരുന്നു. ശൗലും അത് സമ്മതിക്കുന്നതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ശൗലും സന്നദ്ധി സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നു. സ്റ്റെഫാനോസിനെ കൊന്ന സമയത്ത് ഒരു സന്നദ്ധി സംഘത്തിലെ ഒരു അംഗത്തിന് ഉള്ള പ്രായമെന്ന് പറയുന്നത് കുറഞ്ഞത് 30 വയസ്സ് പ്രായം വേണം. 30 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് മാത്രമേ സന്നദ്ധി സംഘത്തിലെ അംഗമാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കണക്കുകളെല്ലാം വെച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ശൗല് ജനിച്ചത് AD 1-ലോ AD 2-ലോ ആ സമയത്താണ് ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് അതുപോലെ ശൗലിന്റെ 2 പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ശൗൽ എന്നും പൗലോസ് എന്നും. ശൗൽ എന്ന് പറയുന്നത് പൗലോസിന്റെ എബ്രായ പേരും അതുപോലെ പൗലോസ് എന്നുള്ളത് ശൗലിന്റെ ലാറ്റിൻ പേരുമാണ് നമുക്ക് മനസ്സിലാക്കാം. എബ്രായ പേര് ശൗല്, അതുപോലെ ലാറ്റിൻ പേര് പൗലോസ്. അതായത് ഒരു മകൻ ജനിക്കുമ്പോൾ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് 8-ാം നാളിൽ അവനെ പരിച്ഛേദന ഏൽപ്പിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു എബ്രായ പേര് ആ മകന് നൽകേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ അവന്റെ മാതാപിതാക്കൾ നൽകിയ പേരാണ്, എബ്രായ പേരാണ് ശൗൽ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ഗവൺമെന്റ്, താനൊരു റോമൻ സിറ്റിസൺ ആയിരുന്നു, റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് ഗവൺമെന്റില് രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ആ സമയത്ത് ഒരു ലാറ്റിൻ നാമം ആവശ്യമായിരുന്നു. ആ നിലയില് തനിക്ക് ലഭിച്ച ലാറ്റിൻ നാമമാണ് പൗലോസ് എന്ന് പറയുന്നത്. പൗലോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ചെറുത്, ലിറ്റിൽ, ചെറുത് എന്നുള്ള അർത്ഥമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ശൗലിന്റെ കുടുംബത്തെക്കുറിച്ച്, കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ശൗല് ഒരു യഹൂദനായിരുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് തന്നെ കുറിച്ച് തന്നെ അവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീനൻ ഗോത്രക്കാരൻ, എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ, ശുഷ്കാന്തി. ഓക്കെ, മതി. അപ്പൊ നമ്മളിവിടെ വായിക്കുന്നത് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച്
പരീക്ഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. അപ്പോൾ പൗലോസ് അതിനെ കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പൗലോസ് ഒരു യഹൂദനായിരുന്നു, പിന്നീട് ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. അത് മാത്രമല്ല നാം അവിടെ വായിച്ചത് പരീക്ഷനായിരുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനായിരുന്നു പൗലോസ്. അപ്പോൾ യഹൂദൻ, അതുപോലെ ബെന്യാമീൻ ഗോത്രക്കാരൻ, അതുപോലെ താനൊരു പരീക്ഷനായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ ഇടയിൽ പല 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 ഡിനോമിനേഷൻ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് പരീക്ഷന്മാര്, സദൂക്യര്, അങ്ങനെ പല ഡിനോമിനേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലൊരു ഡിനോമിനേഷനാണ് പരീക്ഷൻ. അവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമം ഫോളോ ചെയ്യുന്നവരാണ്, അതനുസരിക്കുന്നവരാണ്. ആ നിലയിലുള്ള ഒരു പരീക്ഷനായിരുന്നു ശൗല്, അല്ലെങ്കിൽ ശൗലിന്റെ കുടുംബം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശൗലിന്റെ പിതാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പൗലോസിന്റെ പിതാവ് ഒരു യഹൂദനായിരുന്നു. അതുകൊണ്ടാണല്ലോ ശൗലും ഒരു യഹൂദനായത്. തന്റെ പിതാവ് ഒരു യഹൂദനായിരുന്നു. എന്നാൽ എന്തോ കാരണത്താല് തർസോസിലേക്ക് പ്രവാസിയായിട്ട് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു പൗലോസിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഒരു യഹൂദൻ, എന്നാലും തർസോസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളാണ്. ഒരു പക്ഷേ ബിസിനസ് പർപ്പസിന് വേണ്ടിയായിരിക്കാം, വാണിജ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഒരുപക്ഷെ ആ നിലയിൽ തർസോസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു പൗലോസിന്റെ പിതാവ് എന്ന് പറയുന്നത്. പൗലോസിന്റെ അമ്മയെ കുറിച്ച് നമുക്ക് ആ നിലയിൽ നമുക്ക് അറിയത്തില്ല. എന്നാൽ പൗലോസിനൊരു സഹോദരി ഉണ്ടായിരുന്നതായിട്ടും പൗലോസിന്റെ സഹോദരിക്ക് ഒരു മകൻ ഉണ്ടായിരുന്ന, കുറഞ്ഞ പക്ഷെ ഒരു മകൻ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 23-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തനം 23:16. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. അപ്പോൾ പൗലോസിന്റെ പെങ്ങളെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പൗലോസിന്റെ പെങ്ങളുടെ മകൻ, അപ്പോൾ പൗലോസിന്റെ സഹോദരിയും അതുപോലെ സഹോദരിക്ക് ഒരു മകനും ഉണ്ടായിരുന്നു. അവന് യെരുശലേമിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല പൗലോസിന്റെ ചില ചാർച്ചക്കാരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, അതുപോലെ അതിന്റെ 11-ാം വാക്യം. റോമാലേഖനം 16-ാം അധ്യായം 7-ാം വാക്യവും 11-ാം വാക്യം. എന്റെ ചർച്ചക്കാരും സഹഭക്തനുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചെല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർക്കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആവുന്നു. അതുപോലെ തന്നെ 11-ാം വാക്യം. എന്റെ ചർച്ചക്കാരനായ ഹെരോദിയവന് വന്ദനം ചെല്ലുവിൻ. അപ്പോൾ ഇവിടൊക്കെ പൗലോസിന്റെ ചില ചാർച്ചക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ചില ചാർച്ചക്കാരുടെ പരാമർശം നമുക്ക് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് ഒരു യഹൂദനായിരുന്നു, അതേസമയം തന്നെ താനൊരു റോമാക്കാരനുമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായം അതിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യം. 22-ന്റെ 25 മുതൽ 29 വരെ. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, റോമ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമ പൗരൻ ആകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്ന്, നീ റോമ പൗരൻ തന്നെയോ? എന്നോട് പറയുക എന്ന് ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന്, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമപൗരൻ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. ഇവിടെ പൗലോസ് ഒരു റോമാപൗരനായിരുന്നെന്നും ആ റോമാപൗരനായിട്ടുള്ള പൗലോസ് ആ പൗരത്വത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രിവിലേജസ്, ആനുകൂല്യങ്ങള് താൻ അവിടെ താൻ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു റോമാ പൗരനെ സംബന്ധിച്ച് ചില പ്രത്യേക പ്രിവിലേജസ്, ചില പ്രത്യേക ആനുകൂല്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ഒരു റോമാ പൗരന് അവിടെ വായിക്കുന്നത് 25-ാം വാക്യം, റോമാ പൗരന് വിസ്താരം കഴിയാത്തതിനോ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു. അപ്പോൾ
ഒരു റോമ പൗരനെ ഒരിക്കലും ബന്ധിക്കുവാനായിട്ട് പാടില്ല. അതുപോലെ ചമ്മട്ടി വിസ്താരം കഴിയാതെ ചമ്മട്ടി കൊണ്ട് അടിക്കാനായിട്ട് പാടില്ല. അതുപോലെ ക്രൂശിക്കാനായിട്ട് പാടില്ല. ആ ഒരു പ്രത്യേക ഈ 3 പ്രിവിലേജസ് റോമ പൗരന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ വാറുകൊണ്ട് കെട്ടാനായിട്ട്, ചമ്മട്ടി കൊണ്ട് അടിക്കാനായിട്ട്, ക്രൂശിക്കാനായിട്ടുള്ള അധികാരം അവർക്കില്ല. അത് മാത്രമല്ല, അവര് തടവിലാണെങ്കിൽ, അവരേതെങ്കിലും കാരണവശാൽ അവര് തടവിലാണെങ്കിൽ ഒരു അടിമയെ അവർക്ക് കൂടെ ആ തടവിൽ നിർത്താം. അവരെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് അവർക്ക് ഒരു അടിമയെ കൂടെ നിർത്താം. അങ്ങനെ ചില പ്രിവിലേജസ് റോമ പൗരന്മാർക്ക് മാത്രമായിട്ട് ഉണ്ടായിരുന്നു. ആ പ്രിവിലേജസ് ഉപയോഗിച്ചിട്ട് പൗലോസ് തടവിലായിരുന്നപ്പോൾ പല സഹോദരന്മാരും പൗലോസിന്റെ അടിമയായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷകനായിട്ട് പൗലോസിനോട് കൂടെ അവിടെ തടവറയിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് ഒരു റോമ പൗരനാണ്. റോമ പൗരത്വം എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഒരു വലിയൊരു പൗരത്വമായിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പലരും അത് വളരെ പണം കൊടുത്ത് അത് സമ്പാദിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. കാരണം അവർക്ക് വളരെ പല നിലയിലുള്ള ആനുകൂല്യങ്ങൾ ആ നിലയിൽ അവർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ പൗലോസ് പണം കൊടുത്തല്ല റോമാ പൗരനായത്. ജനനത്തിൽ തന്നെ താന് റോമാ പൗരൻ ആയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ പൗലോസിന്റെ പിതാവ്, ചില അഭിപ്രായപ്പെടുന്ന പൗലോസിന്റെ പിതാവ് ഗവൺമെന്റിന് ചെയ്ത ചില സേവനങ്ങൾ നിമിത്തം ഗവൺമെന്റ് ഒരുപക്ഷെ അത് ഫ്രീ ആയിട്ട് കൊടുത്തതായിരിക്കാം. അത് മുഖാന്തരം പൗലോസും ആ നിലയില് റോമാ പൗരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് പൗലോസിന്റെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം നമുക്ക് അറിയാവുന്നത്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ആ പൗലോസിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പൗലോസിന്റെ തനിക്ക് തർസോസിലാണ് പൗലോസ് ജനിച്ച് വളർത്തപ്പെട്ടത്. അപ്പോൾ തർസോസിലായിരുന്നപ്പോൾ എന്തെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം, സെക്യുലർ സ്റ്റഡീസ് എന്തെങ്കിലും ആ നിലയിൽ വെളിയിൽ പോയി ആ നിലയിൽ പ്രാഥമിക വിദ്യാഭ്യാസം തനിക്ക് ലഭിച്ചിരുന്നോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ താനൊരു യഹൂദനായിട്ട് പൗലോസ് ജനിച്ചതുകൊണ്ട് ഒരു യഹൂദ ബാലനെ അവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു യഹൂദൻ 6 വയസ്സാവുമ്പോൾ തന്നെ അടുത്തുള്ള സിനഗോഗില് അല്ലെങ്കിൽ അടുത്തുള്ള പ്രാർത്ഥനാ സ്ഥലത്ത് ആ ബാലനെ കൊണ്ട് അവിടെ ചേർക്കുകയും അന്ന് മുതൽ ന്യായപ്രമാണം പഠിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യും. 6-ാം വയസ്സ് മുതൽ ആ നിലയില് ആ സിനഗോഗില് പോയി അവര് ആ നിലയില് ന്യായപ്രമാണം പഠിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് പൗലോസിന്റെ പിതാവ് ഒരു പരീക്ഷനായിരുന്നു, ഒരു നല്ലൊരു യഹൂദനായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പിതാവും പൗലോസിനെ ആ നിലയില് സിനഗോഗിൽ അല്ലെങ്കിൽ ആരാധനാ സ്ഥലത്ത്, പ്രാർത്ഥനാ സ്ഥലത്ത് അവിടെ കൊണ്ടുപോവുകയും ആ നിലയില് തന്നെ ന്യായപ്രമാണം അവിടെ പഠിപ്പിക്കുകയും ഇടയായിട്ട് തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു യഹൂദ ബാലനെ നിശ്ചയമായിട്ടും 6-ാം വയസ്സിൽ ആ നിലയില് അവിടെ ന്യായപ്രമാണം പഠിപ്പിക്കുവാനായിട്ട് വിടണം. 13 വയസ്സാവുന്നവരെയും അവിടെ പഠിക്കണം. 13 വയസ്സ് ഒരു ബാലൻ 13 വയസ്സായതിനു ശേഷം ആ പിതാവ് ആ സിനഗോഗിൽ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ പറയണം, എന്റെ മകൻ അവൻ ന്യായപ്രമാണം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസും 6-ാം വയസ്സ് മുതൽ 13-ാം വയസ്സ് വരെ സിനഗോഗില് പോയി ന്യായപ്രമാണം അവിടെ പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, യഹൂദന്മാർ അവരുടെ മക്കൾക്ക് എപ്പോഴും അവരെ ഏതെങ്കിലും ഒരു തൊഴിലും അവരെ പരിശീലിപ്പിക്കുവാൻ, എന്തെങ്കിലും ഒരു തൊഴിൽ പരിശീലിപ്പിക്കുക. കാരണം അവര് ലോകത്തിൽ എവിടെ ചെന്നാലും അവർക്ക് ജീവിക്കുവാൻ വേണ്ടി ഒരു തൊഴിലും അവരെ ചെറുപ്പകാലത്ത് അഭ്യസിപ്പിക്കുവാൻ. ആ നിലയില് പൗലോസിനെ പഠിപ്പിച്ച തൊഴിലാണ് കൂടാരപ്പണി എന്ന് പറയുന്നത്, ടെന്റ് മേക്കിംഗ്. കൂടാരപ്പണി അത് പൗലോസിനെ ആ നിലയില് പഠിപ്പിച്ച തൊഴിലാണ്. 18-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിന്റെ 3-ാം ഭാഗം. തൊഴിൽ കൊണ്ട് അവൻ അവരോട് കൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അപ്പോൾ
പൗലോസ് കൂടാരപ്പണി പഠിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമേ പൗലോസ് ചെന്ന സ്ഥലങ്ങളിലൊക്കെയും തനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമുണ്ടായപ്പോൾ, ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മറ്റാരിലും ആശ്രയിക്കാതെ ആ തൊഴിൽ ചെയ്ത് അതുകൊണ്ട് കർത്താവിന്റെ വേലയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടാരപ്പണി താൻ ആ സമയത്ത് ബാല്യകാലത്ത് അഭ്യസിച്ച ഒരു തൊഴിലാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ 13 വയസ്സ് വരെ, 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെ സിനഗോഗില് ന്യായപ്രമാണം പഠിച്ചു. അതിനോടുകൂടെ ഈ കൂടാരപ്പണിയും പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ തർസോസിലാണ് ഈ 13 വയസ്സുകാലത്ത് മറ്റു സെക്യുലർ സ്റ്റഡീസ് വെളിയിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ ആ നിലയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ശൗലിന് ലഭിച്ചിരുന്നോ എന്ന് ചോദിച്ചാല്, തർസോസ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പല യൂണിവേഴ്സിറ്റികളും, വലിയ വലിയ യൂണിവേഴ്സിറ്റികളും ഉണ്ടായിരുന്ന ഒരു വലിയ സ്ഥലമാണ്. യൂണിവേഴ്സിറ്റികൾക്ക് പേരുകെട്ട സ്ഥലമാണ് തർസോസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു പരീക്ഷൻ ഒരിക്കലും തന്റെ മകനെ ഇതുപോലുള്ള യഹൂദേതര അല്ലെങ്കിൽ യഹൂദന്മാര് നടത്താത്ത അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളിലെ സ്ഥലങ്ങൾ ഒരിക്കലും തന്റെ മക്കളെ വിട്ട് പഠിപ്പിക്കുകയില്ല. അതുകൊണ്ട് തർസോസിലെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ ആ നിലയില് പൗലോസിനെ അങ്ങനെ ആ കുടുംബം ഒരിക്കലും വിട്ടു കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസം ആ സമയത്ത് പൗലോസിന് ലഭിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പൗലോസ് വളരെ പണ്ഡിതനായിരുന്നു. ഗ്രീക്ക് ഭാഷയിലും അതുപോലെ ഫിലോസഫിയിലും മറ്റു പല കാര്യങ്ങളിലും താനൊരു പണ്ഡിതനായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായി. പല ഭാഷകളില് അതുപോലെ തനിക്ക് പാണ്ഡിത്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു പക്ഷേ പൗലോസ് യെരുശലേമിലായിരുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങളായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ യെരുശലേമിലായിരുന്ന സമയത്ത് പഠിച്ചതായിരിക്കാം എന്ന് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 13 വയസ്സിന് ശേഷമുള്ള പൗലോസിന്റെ 13 വയസ്സിന് ശേഷമുള്ള പൗലോസിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ഏത് നിലയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം പൗലോസ് യെരുശലേമില് അവിടെ തുടർ പഠനത്തിനായിട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസിന്റെ പിതാവ് ആഗ്രഹിച്ചു പൗലോസിനെ യെരുശലേമില് ഏതെങ്കിലും നല്ല ഒരു റബാനി കോളേജില് വിദ്യാഭ്യാസത്തിനായിട്ട് കൊണ്ടുപോകണം എന്ന്. റബാനി കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യെരുശലേമില് അവരുടെ മതപരമായിട്ടുള്ള ക്യാപിറ്റലാണ് യെരുശലേം എന്ന് പറയുന്നത്. അവിടെ ധാരാളം റബിമാരുണ്ട്. അവര് ന്യായപ്രമാണം പഠിപ്പിക്കുന്ന പേരുകെട്ട റബിമാരുണ്ട്. അപ്പോൾ ആ റബിമാരുടെ അടുക്കല് ഇവരെ അയച്ച് അവര് താമസിച്ച് അവര് ന്യായപ്രമാണം അത് കൂടുതലായിട്ട് അവര് പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് റബാനി കോളേജുകൾ എന്ന് പറയുന്നത്. ഇന്ന് ബൈബിൾ കോളേജുകൾ ഉള്ളതുപോലെ, ബൈബിൾ സ്കൂളുകൾ ഉള്ളതുപോലെ അന്ന് യെരുശലേമിൽ റബാനിക് കോളേജുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യായപ്രമാണം കൂടുതലായിട്ട് പഠിക്കുവാനായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഈ റബിമാര് നടത്തുന്ന റബാനി കോളേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസിനെ ആ നിലയിൽ പൗലോസിന്റെ പിതാവ് ഒരുപക്ഷെ ന്യായപ്രമാണം പഠിക്കാനുള്ള ആ ഒരു താല്പര്യം കൊണ്ടായിരിക്കാം, ആ ഒരു ശുഷ്കാന്തി നിമിത്തമായിരിക്കാം ആ പിതാവ് പൗലോസിനെ യെരുശലേമില് ഒരു റബാനി കോളേജില് കൊണ്ട് ചേർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതായത് 13 വയസ്സിന് ശേഷം 13 വയസ്സ് വരെ യെരുശലേമില് തർസോസില് 13 വയസ്സ് വരെ അവിടെ സിനഗോഗിൽ പഠിച്ചു. അപ്പോൾ 13 വയസ്സിന് ശേഷം, അതായത് 13 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 15 വയസ്സ് ആവുന്നതിന് മുമ്പ് അവിടെ റബാനി കോളേജിൽ പോയി പഠിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. 22-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ കിലിക്കയിലെ തർസോസിൽ ജനിച്ചു. യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗലീലെ ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനും ആകയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവത്തിൽ എരിവുള്ളവനായിരുന്നു. ഇവിടെ പൗലോസിനെ കുറിച്ച് പറയുന്നത്, ഞാൻ കിലിക്കയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമായ. അപ്പോൾ അവിടെ പൗലോസ് പഠിച്ചത് ഗമാലിയേലിന്റെ അടുത്താണ്. ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു റബിയുടെ അടുത്താണ് പൗലോസ് ന്യായപ്രമാണം തുടർ പഠനത്തിനായിട്ട് യെരുശലേമിൽ പോയി പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഏതാണ്ട് AD 14-15 ആ സമയത്താണ് പൗലോസ് യെരുശലേമിൽ പോവുകയും
അവിടെ ഈ ന്യായപ്രമാണം ഗമാലിയേലിന്റെ കാൽക്കീഴിലിരുന്ന് പഠിക്കുവാനായിട്ടും താന് ആരംഭിച്ചത്. അപ്പോൾ ഗമാലിയേലിന്റെ കാൽക്കീഴിലാണ് താന് അവിടെ പഠിച്ചത്. നല്ലൊരു റമാനിക് കോളേജ് തന്നെയാണ് പൗലോസിന്റെ പിതാവ് സെലക്ട് ചെയ്തത്, തെരഞ്ഞെടുത്തത്. അവിടെ പൗലോസിനെ പഠിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഗമാലിയേലിന്റെ കാൽക്കീഴിൽ താന് ന്യായപ്രമാണം അവിടെ പഠിക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഗമാലിയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഗമാലിയേലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യെരുശലേമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേക റബിമാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കോളേജുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു, ന്യായപ്രമാണം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പല റബിമാർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസിന്റെ പിതാവ് പൗലോസിനെ അയച്ചത് ഗമാലിയേൽ എന്ന് പറഞ്ഞ വളരെ പേരുകെട്ട ഒരു റബിയുടെ അടുക്കലാണ്. അപ്പോൾ ഗമാലിയേലിനെ കുറിച്ച് നമ്മൾ കാണുന്ന കാര്യം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം. 5-ാം അധ്യായം 34-ാം വാക്യം. അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. ഇവിടെ ഈ സംഭവം നമുക്ക് അറിയാവുന്നതാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഗമാലിയേലിനെ കുറിച്ച് പറയുന്ന കാര്യം, അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു. അപ്പോൾ ഗമാലിയേലിനെ കുറിച്ച് ഇവിടെ പറയുന്നത് സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായിട്ടുള്ള ഗമാലിയേൽ. അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗമാലിയേൽ. ഇവിടെ ഗമാലിയേൽ എഴുന്നേറ്റ് അവിടെ ഒരു സന്നദ്ധി സംഘത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഗമാലിയേൽ എഴുന്നേറ്റ് ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും അത് അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഗമാലിയേൽ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കും. ആ നിലയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു റബിയായിരുന്നു ഗമാലിയേൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗമാലിയേൽ ഒരു വലിയ പണ്ഡിതനായിരുന്നു. അത് മാത്രമല്ല ഗമാലിയേൽ ഒരു നല്ലൊരു റബിയും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗമാലിയേലിന്റെ വല്യപ്പൻ, അല്ലെങ്കിൽ ഗമാലിയേൽ എന്ന് പറയുന്നത് റബാൻ ഹിലേൽ എന്ന് പറയുന്ന ആളുടെ കൊച്ചുമകനാണ്. അതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഗമാലിയേലിന്റെ വല്യപ്പൻ ഹിലേൽ താനും ഒരു റബിയായിരുന്നു. റബി മാത്രമല്ല, റബാനായിരുന്നു. റബാൻ എന്ന് പറയുന്നത് ഒരു റബിയേക്കാളും ഉയർന്ന ഒരു പോസ്റ്റാണ് റബി എന്ന് പറയുന്നത്. നമ്മളെ പ്രൊഫസർ എന്ന് പറയുന്നത് പോലെ പ്രൊഫസർ എന്ന് പറയുന്നവർ ഒന്നുകൂടെ ഒരു ഉയർന്ന പോസ്റ്റാണ് ഒരു റബാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗമാലിയേലിന്റെ വല്യപ്പൻ ഹിലേൽ ഒരു റബാനായിരുന്നു. ഈ റബാൻ എന്നുള്ള പദവി, റബിമാർ അനേകരുണ്ടായിരുന്നു യെരുശലേമില്. എന്നാൽ റബാൻ എന്നുള്ള ആ പദവി 7 റബിമാർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. യഹൂദന്മാര് റബിമാരിൽ 7 പേർക്ക് മാത്രം കൊടുത്ത ഒരു പദവിയാണ് റബാൻ എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരാളായിരുന്നു ഹിലേല് മാത്രമല്ല, ഹിലേലിന്റെ മകൻ ഷിമിയോൻ, അതുപോലെ ഷിമിയോന്റെ മകൻ ഗമാലിയേൽ. ഇവര് 3 പേരും റബാന്മാരായിരുന്നു. 7 പേരിലെ 3 പേരും ഗമാലിയേലിന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഗമാലിയേലിന്റെ പിതാവ്, ഗമാലിയേലിന്റെ പിതാവിന്റെ പിതാവ്. അപ്പോൾ ആ 3 പേരും റബാന്മാരായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ ഗമാലിയേലിന്റെ പിതാവ് നാം പറഞ്ഞതുപോലെ റബാൻ ഷിമിയോൻ അദ്ദേഹവും ഒരു റബാൻ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഷിമിയോൻ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചോദ്യം വരും. നമ്മള് യേശു കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കള് അവിടെ ചെന്നപ്പോൾ ഒരു വന്ന വയോധ്യനായിട്ടുള്ള ഒരു വ്യക്തി ഷിമിയോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നത് പറഞ്ഞ ആ ഒരു ഷിമിയോനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യം. ലൂക്കോസ് 2-ന്റെ 29 മുതൽ 32 വരെ. ലൂക്കോസ് 2:29 മുതൽ 32 വരെ.
ഉയിർപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേര് 29 ലൂക്കോസ് 22-ാം അധ്യായം 29 മുതൽ 32 വരെ. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് ലൂക്കോസ് 2-ാം അധ്യായം 29 മുതൽ 32 വരെ. ലൂക്കോസ് 2-ന്റെ ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായ നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ഷിമിയോൻ എന്ന് പറഞ്ഞ ഒരു വയോധികനായ വ്യക്തിയാണ്. അതിന്റെ 25-ാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും. യെരൂശലേമിൽ ഷിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഷിമിയോനാണ് യേശു കുഞ്ഞിന്റെ അമ്മയപ്പന്മാർ യേശു കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ കരങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞത്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായ ഈ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഈ ഷിമിയോൻ ഗമാലിയേലിന്റെ പിതാവായിരുന്നു ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കും അങ്ങനെ വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ ആ ഷിമിയോനെ കുറിച്ച് നമുക്ക് ആ നിലയിൽ കാണാനായിട്ട് സാധിക്കും. ഇനിയും ആ നിലയിൽ ഗമാലിയേലിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഗമാലിയേൽ നല്ലൊരു ഉപദേഷ്ടാവായിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു. അത് മാത്രമല്ല ഒരു ഓപ്പൺ മൈൻഡഡ് ടീച്ചറായിരുന്നു. സാധാരണ റബിമാര് ഒരിക്കലും ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവരെ സംശയം ചോദിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഇടപെടുവാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ഒരു അവസരം സാധാരണ റബിമാര് കൊടുത്തിരുന്നില്ല. എന്നാൽ ഗമാലിയേൽ അങ്ങനെ ഒരു വ്യക്തിയല്ലായിരുന്നു. ഗമാലിയലിന്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർക്ക് സംശയങ്ങൾ ചോദിക്കാനായിട്ട് അത് ദൂരീകരിക്കുവാനൊക്കെ സാധിക്കുമായിരുന്നു. ആ നിലയിലുള്ള നല്ലൊരു ടീച്ചറായിരുന്നു ഗമാലിയേൽ എന്ന് പറയുന്നത്. അങ്ങനെ പല ചരിത്ര പുസ്തകങ്ങളും പറയുന്നത് ഗമാലിയേലിന്റെ ആ ക്ലാസ്സില് ഒരു വിദ്യാർത്ഥി മാത്രം കൂടെ സംശയങ്ങൾ ചോദിക്കുകയും ആ നിലയിൽ ക്ലാസ്സുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അത് പൗലോസ് ആയിരിക്കാം. പൗലോസിന് ആ നിലയിൽ ന്യായപ്രമാണം പഠിക്കാനുള്ള ആ ശുഷ്കാന്തി തനിക്ക് ഉണ്ടായിരുന്നു. അവിടെ ഒരു പക്ഷേ പൗലോസ് ആയിരിക്കാം ആ നിലയിൽ സംശയങ്ങൾ ചോദിച്ച് ആ ഒരു ഉപദേഷ്ടാവിനെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഗമാലിയേൽ സന്നദ്ധി സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നു. നാം 5-ാം അധ്യായത്തില് നാം കണ്ടു, സന്നദ്ധി സംഘം കൂടിയപ്പോൾ ഗമാലിയേൽ എഴുന്നേറ്റ് അവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സന്നദ്ധി സംഘത്തിലെ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ഗമാലിയേൽ. അപ്പോൾ ഗമാലിയേലിന്റെ കാൽക്കീഴിരുന്നാണ് പൗലോസ് ന്യായപ്രമാണം അവിടെ ഉപരിപഠനത്തില് യെരൂശലേമിലെ പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഒരു റബി ആകാൻ വേണ്ടി ഒരു വ്യക്തി ഇങ്ങനെ റബിമാരുടെ കാൽക്കീഴിലിരുന്ന് കുറഞ്ഞത് 10 വർഷം പഠിക്കേണ്ടത് ആവശ്യമാണ്. 10 വർഷത്തെ സ്റ്റഡിയാണുള്ളത്. 10 വർഷം ആ നിലയിൽ റവാനി കോളേജിൽ പഠിച്ചെങ്കിൽ മാത്രമേ റബി ആകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ നിലയിൽ പൗലോസ് 10 വർഷം ഗമാലിയേലിന്റെ കാൽക്കീഴിരുന്ന് പഠിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 10 വർഷത്തെ പഠനത്തിന് ശേഷം AD 24 AD 14 പൗലോസ് യെരൂശലേമിൽ പോയി പഠനം ആരംഭിച്ചത്. AD 24 10 വർഷത്തെ പഠനത്തിന് ശേഷം പൗലോസ് തിരിച്ച് യെരൂശലേമിൽ നിന്ന് തർസോസിലേക്ക് പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, പൗലോസ് കർത്താവിനെ കണ്ടിരുന്നോ? കർത്താവ് യെരൂശലേമില് പലപ്പോഴും വന്നിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് കർത്താവിനെ കണ്ടിരുന്നോ? ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സംശയം തോന്നും. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 1-ാം വാക്യം, 1 കൊരിന്ത്യർ 9-ന്റെ 1.
ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? ഓക്കെ, പൗലോസ് ചോദിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? അതായത് അതിന്റെ ഉത്തരം കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. 2 കൊരിന്ത്യർ 5:16. ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിന്റെ ജഡപ്രകാരം അറിഞ്ഞ് എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ പൗലോസ് ക്രിസ്തുവിനെ, കർത്താവിനെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചാല് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ നമുക്ക് തോന്നാനുള്ള കാര്യമുണ്ട്. കർത്താവ് എല്ലാ വർഷവും യെരൂശലേം ദേവാലയത്തിൽ വന്നിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിന്റെ മാതാപിതാക്കൾ യോസഫും മറിയയും അവര് വളരെ ഭക്തരായിരുന്നു. അതുകൊണ്ട് അവര് യെരൂശലേം ദേവാലയത്തിൽ എല്ലാ വർഷവും വന്നിരുന്നു. പൗലോസും ഒരു തികഞ്ഞ ഒരു പരീക്ഷനായതുകൊണ്ട് പൗലോസും ആ നിലയിൽ യെരൂശലേം ദേവാലയത്തില് എല്ലാ വർഷവും എപ്പോഴും താൻ വന്നു. പ്രത്യേകിച്ച് യെരൂശലേമിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെയും ദേവാലയവുമായിട്ടൊക്കെ വളരെ ബന്ധം പൗലോസിന് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു പക്ഷേ ഇവര് ഒരുമിച്ച് കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. യെരൂശലേമിൽ വെച്ച് ഒരുമിച്ച് കണ്ടിരിക്കാനുള്ള, അല്ലെങ്കിൽ ഒരുമിച്ച് ദേവാലയത്തിൽ വരുവാനുള്ള ഒരുമിച്ച് കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പൗലോസിന് കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് ഇടയായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്നത് അതിനുശേഷം, പൗലോസിന്റെ മാനസാന്തരത്തിന് ശേഷം കർത്താവിനെ അറിഞ്ഞതായിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, കർത്താവിന്റെ ക്രൂശീകരണ സമയത്തോ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്തോ പൗലോസ് യെരൂശലേമിൽ ഇല്ലായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിനു മുമ്പേ തന്നെ, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പൗലോസ് അവിടുത്തെ ഉപരിപഠനം പൂർത്തിയാക്കി മടങ്ങി തർസോസിലേക്ക് പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പൗലോസ് സഭയെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് വളരെ താൻ ദുഃഖിച്ചിട്ടുണ്ട്. പല എഴുത്തുകളിലും പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 9-ാം വാക്യം. 1 കൊരിന്ത്യർ 15:9. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. അപ്പോൾ ദൈവസഭയെ ഉപദ്രവിച്ച കാര്യത്തിൽ തനിക്ക് വളരെ ദുഃഖമുണ്ട്. പലപ്പോഴും പൗലോസ് അതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് പൗലോസ് യെരൂശലേമിൽ ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് തീർച്ചയായിട്ടും കർത്താവിനെ ക്രൂശിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതില് ഒരു പങ്ക് പൗലോസിന്, കർത്താവിനെ ക്രൂശിച്ചതിൽ ഒരു പങ്ക് പൗലോസിന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവസഭയെ ഉപദ്രവിച്ചതിൽ താൻ ദുഃഖിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിനെ ക്രൂശിച്ചവരിൽ ഉൾപ്പെട്ടതിൽ താൻ ദുഃഖിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം പൗലോസിന്റെ എഴുത്തുകളിൽ കാണുന്നില്ല. അതുകൊണ്ട് പൗലോസ് ആ സമയത്ത്, കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് യെരൂശലേമിൽ ഇല്ലായിരുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ പൗലോസ് യെരൂശലേം വിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പൗലോസ് യെരൂശലേമിലെ പഠനത്തിന് ശേഷം തർസോസിൽ പോയി അവിടെ ചില വർഷങ്ങൾ താമസിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. AD 24 പൗലോസ് തിരിച്ചു പോയെങ്കിൽ ചില വർഷങ്ങൾ അവിടെ താമസിച്ചു. അത് മാത്രം, അതിനുശേഷം പൗലോസിന് 30 വയസ്സായതിനു ശേഷം സന്നദ്ധ സംഘത്തിൽ നിന്ന് തനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുകയാണ്. തർസോസിൽ നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. തനിക്ക് സന്നദ്ധ സംഘത്തിൽ നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി. അതുകൊണ്ട് പൗലോസ് തിരിച്ച് യെരൂശലേമിലേക്ക് പോവുകയും സന്നദ്ധ സംഘത്തിന് ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാം. 30 വയസ്സിന് ശേഷം. കാരണം സന്നദ്ധ സംഘത്തിൽ അംഗമാകണമെങ്കിൽ 30 വയസ്സാകേണ്ടത് അത് ആവശ്യമാണ്. അതുകൊണ്ട് 30 വയസ്സായതിനു ശേഷം സന്നദ്ധ സംഘത്തില് തനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലെറ്റർ കിട്ടുകയും അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുകയും ആ നിലയിൽ പൗലോസ് പോയി അവിടെ ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പൗലോസ് തിരിച്ച് യെരൂശലേമിൽ ചെല്ലുമ്പോൾ പൗലോസ് പഠനത്തിന് ശേഷം മടങ്ങിപ്പോയ, അല്ലെങ്കിൽ പൗലോസ് 10 വർഷം അവിടെ താമസിച്ച ഒരു യെരൂശലേം അല്ല പിന്നെ തിരിച്ച് ചെന്നപ്പോഴുള്ള യെരൂശലേം എന്ന് പറയുന്നത്.
അപ്പോൾ ആ യെരൂശലേം എന്ന് പറഞ്ഞാൽ ആകെ കലുഷിതമാണ്, വളരെ ആശയക്കുഴപ്പങ്ങൾ, വളരെ പ്രശ്നങ്ങളുള്ള ഒരു യെരൂശലേമിലേക്കാണ് പൗലോസ് ഇപ്പം രണ്ടാമത് അവിടെ പോകുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഒരു പുതിയ ഒരു മാർഗം, യേശുവിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ മാർഗം, ഒരു പുതിയ മാർഗം അവിടെ ആരംഭിക്കുകയും ആ നിലയില് അനേക യഹൂദന്മാര് അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ കൂട്ടങ്ങള്, സഭകള് ആ നിലയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആ നിലയിൽ പല യഹൂദന്മാരും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഇങ്ങനെ ആയിരങ്ങളായിട്ട് അനേകര് അവിടെ യഹൂദ മതത്തിൽ നിന്നും ഈ ഒരു പുതിയ മാർഗത്തിലേക്ക്, യേശുവിന്റെ മാർഗത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് തനിക്ക് കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഒരു തികഞ്ഞ പരീക്ഷനായിട്ടുള്ള, ന്യായപ്രമാണത്തിൽ വളരെ ശുഷ്കാന്തിയുള്ള, തന്റെ മതത്തെക്കുറിച്ച് വളരെ എരിവുള്ള ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസിന് ഇതൊരിക്കലും സഹിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം തന്റെ മതത്തിൽ നിന്ന് വേറെ ഒരു മാർഗത്തിലേക്ക്, ഒരു മാർഗത്തിലേക്ക് അനേകര് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തനിക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് പൗലോസ് അവിടെ തീരുമാനിച്ചു, ഈ ഒരു പുതിയ മതം അല്ലെങ്കിൽ ഈ ഒരു പുതിയ മാർഗം അത് ഏത് വിധേന എന്ത് വില കൊടുത്തും അതിനെ നശിപ്പിക്കണം, അതിനെ ഇല്ലാതാക്കണം എന്ന് താന് തീരുമാനിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് അതിനുവേണ്ടി വളരെ പരിശ്രമിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1-2 വാക്യം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-1-2. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം അവിടുത്തെ പള്ളികൾക്ക് അവരോട് അധികാരപത്രം വാങ്ങി. അപ്പോൾ ഈ ക്രിസ്തു മാർഗത്തെ ഏത് വിധേന നശിപ്പിക്കണം, ഇല്ലാതാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? മഹാപുരോഹിതന്റെ അടുക്കൽ നിന്ന് എഴുത്ത് വാങ്ങി അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ആ നിലയിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുകയും അവരെ ജയിലിലടക്കുകയും എങ്ങനെയെങ്കിലും ഇവരെ മുടിക്കണം, ഈ ഒരു മാർഗം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് താന് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ദമസ്കോസിലേക്കും ആ നിലയില് അവിടെയുള്ള വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി പൗലോസ് യാത്ര തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസ് മാനസാന്തരപ്പെടുന്നത്, ഈ ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങള് പൗലോസിന്റെ മാനസാന്തരമാണ്, തന്റെ ജീവിതത്തിലുണ്ടായ മാനസാന്തരമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് ദൈവത്തിന്റെ വലിയ കൃപയാല് പൗലോസ് മാനസാന്തരപ്പെടുവാനായിട്ടിടെ. അപ്പോൾ നമ്മളിവിടെ വായിച്ചത് ശിഷ്യന്മാരുടെ നേരെ കൊലയും ഭീഷണിയും വിശ്വസിച്ചുകൊണ്ട് അവിടേക്ക് പോകുന്ന ഒരു പൗലോസിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ്? അതിന്റെ 12-ാം വാക്യം, 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൊലയും ഭീഷണിയും വിശ്വസിച്ച ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിലുള്ള ഒരു വലിയ മാറ്റം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഈ പൗലോസ് അല്ലെങ്കിൽ ശൗലിനെ കർത്താവ് തെരഞ്ഞെടുക്കുന്നത്, കർത്താവിന്റെ വലിയ കൃപയാൽ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 15-ാം വാക്യത്തില് ഞാൻ വായിക്കുന്നത്, അനന്യാസിനോട് കർത്താവ് പറയുകയാണ്, കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണെന്നും എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാണ്. ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും പീഡിപ്പിക്കണം, ദൈവമക്കളെ ശിഷ്യന്മാരെ എങ്ങനെയെങ്കിലും പീഡിപ്പിക്കണം, അവരെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയെ കർത്താവ് തെരഞ്ഞെടുത്തത് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനായിട്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനായിട്ട് പീഡിപ്പിക്കുവാനായിട്ട് വിചാരിച്ച വ്യക്തിയെ കർത്താവ് തെരഞ്ഞെടുത്തു. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനായിട്ട്, കർത്താവിന്റെ നാമവുമായിട്ട് അനേകർ മുമ്പിൽ കടന്നു ചെല്ലുവാനായിട്ട് പൗലോസിനെ തെരഞ്ഞെടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിമോത്തിയോസിന് 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത് വായിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 12 മുതൽ 16 വരെ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു.
എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നെ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമ ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിന് ലഭിച്ച വലിയ കൃപ, കരുണയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അതിന്റെ 15-ാം വാക്യത്തിന്റെ അവസാനം ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോൾ ദൈവസഭ ഉപദ്രവിച്ച അല്ലെങ്കിൽ പൗലോസ് ദൈവസഭ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അപ്പോൾ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നെ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമ ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് എന്നെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തു തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് പൗലോസിന് ദൈവം പൗലോസിന് കരുണ ലഭിച്ചായിട്ട് നാം ഇവിടെ പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് പൗലോസ് ഒരു പാപികളിൽ ഒന്നാമനായിട്ട് തന്നെ പറഞ്ഞിട്ട് ഇന്ന് ആ ഒന്നാമനായ പാപിയായ എനിക്കും കരുണ ലഭിച്ചു എന്ന് പൗലോസ് അവിടെ പറയുക. അതായത് ഈ ലോകത്തിൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി പോലുമില്ല. മാനസാന്തരം സാധ്യമല്ലാത്ത ഒരു പാപി പോലുമില്ല. എത്ര വലിയ പാപിയാണെങ്കിലും, ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെങ്കിലും ഒരുപക്ഷെ മറ്റുള്ളവർ അവരെ കുറിച്ച് വിചാരിക്കും ഇവനൊരിക്കലും രക്ഷപ്പെടത്തില്ല, ഇവനെ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല എന്ന് ഒരുപക്ഷെ പറയുന്ന ഒരു വ്യക്തിക്ക് പോലും മാനസാന്തരപ്പെടുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ കൃപ അത്രയും വലിയതാണ്. അത് പൗലോസിന് അത് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പാപികളിൽ ഒന്നാമനായ പൗലോസിന് അത് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ഇന്നും ആ ദൈവത്തിന്റെ കൃപ എല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിന് ദൃഷ്ടാന്തമായിട്ട് പൗലോസിനെ വെച്ചു എന്ന് പൗലോസ് ഇവിടെ പറയാം. അതിനുശേഷം പൗലോസിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ ലേഖനങ്ങളിലുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം വളരെയധികം ഉപയോഗിച്ച ഒരു മിഷണറി ആയിരുന്നു, ഒരു ദൈവദാസനായിരുന്നു, ഒരു അപ്പോസ്തലനായിരുന്നു പൗലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൗലോസിന്റെ 3 മിഷണറി യാത്രകള്, അതുപോലെ അതിനുശേഷം ബന്ദിയായിട്ട് റോമിലേക്ക് പോയത്, ഇതൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പൗലോസ് എഴുതിയ എഴുത്തുകള്, ഈ ലേഖനങ്ങൾ നാം പഠിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം, ഒരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഓരോ ലേഖനത്തിന്റെ പശ്ചാത്തലവും അതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും അടുത്ത ദിവസങ്ങളിൽ നാം ഓരോ ലേഖനങ്ങളിൽ നിന്ന് നാം ചിന്തിക്കും. എന്നാൽ അതിനു മുമ്പായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനായിട്ട് പല ആവർത്തി വായിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമല്ല ശരിയായിട്ടുള്ള നിലയിൽ നമുക്ക് ലേഖനങ്ങൾ, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച മുതൽ ലേഖനങ്ങളിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം മുതൽ നമുക്ക് അതിന്റെ സർവേ നമുക്ക് നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുന്നതാണ്.